നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ശ്രീദേവിയോട് ശ്രീകല പറഞ്ഞു, അല്ല മോളെ, നീ കുറെ കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ? അപ്പൊ നിന്നോടുള്ള വിശ്വാസം അവന് നഷ്ടപ്പെട്ടെന്ന് പറയണം. ഇത് കേട്ടപ്പം ശ്രീദേവി ശ്രീകലയെ ഒന്ന് നോക്കി. അല്ല മോളെ, ഞങ്ങള് പറഞ്ഞിട്ടാ നീ ചെയ്തേ, സമ്മതിച്ചു. പക്ഷെ എന്നാലും ഒരു കാര്യമുണ്ട്, അവന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നില്ലേ? അതുകൊണ്ട് ഉറപ്പായിട്ടും അവൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമെന്ന് പറയാ. അത് കേട്ട് കഴിഞ്ഞപ്പോ നല്ല ദേഷ്യം വന്നു ശ്രീദേവിക്ക്. ശ്രീകലയുടെ ആ സംസാരം കേട്ടപ്പോ പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, ആനന്ദൻ എന്നെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വരുമെന്ന് വിചാരിച്ചാണോ നിങ്ങളൊക്കെ ഇരിക്കുന്നത്? ഒരു കാരണവശാലും ഇല്ല. ഇന്ന് രാവിലെ ആനന്ദേട്ടനെ വിളിച്ച, അതിനുശേഷം ഇന്നീ സമയം വരെ എന്നെ വിളിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഉറപ്പുണ്ട് ആനന്ദേട്ടൻ വരില്ലാന്ന്. അത് കേട്ടപ്പോ ഉദയഭാനു പറഞ്ഞു, അങ്ങനൊന്നും പറയില്ല മോളെ, അവന്റെ മനസ്സിലൊരു പിടിവില് നടക്കുമായിരിക്കും. കാരണം അവന്റെ മനസ്സിൽ അവൻ ചിലപ്പോൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്നറിയാവോ? ദേവിയുടെ ചതികളും കാര്യങ്ങളൊക്കെ ദേവി തന്നോട് പറഞ്ഞു. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇനി അവൾ തന്നോടൊരു വഞ്ചന കാണിക്കുവോ, ഗർഭിണിയാന്ന് കള്ളത്തരം പറയുവോ എന്നൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും അവന് വരാതിരിക്കാൻ പറ്റില്ല. ഇനിയും കൂടി ഒരു ചതി തന്നോട് ചെയ്യത്തില്ല എന്ന് വിചാരിച്ചിട്ട് അവൻ ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് നല്ല ദേഷ്യമായി. ശ്രീദേവി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിർബന്ധിച്ചാ നിങ്ങൾ എന്നെ കൊണ്ട് ഓരോന്നിങ്ങനെ ചെയ്യിക്കുന്നേ. ഇനി എന്റെ ആനന്ദേട്ടനെ എനിക്ക് നഷ്ടപ്പെടുമെന്നൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ വെറുതെ ഇരിക്കില്ല. നിങ്ങളെ എന്റെ മുന്നിൽ നിർത്തിയാൻ ഉരിയിക്കും ഞാൻ. എന്താ ചെയ്യാൻ പോകുന്ന നിങ്ങൾക്കറിയാലോ. നിങ്ങൾ തോറ്റു പോകത്തുള്ളൂ. നിങ്ങൾ കാണും, എന്റെ ജീവിതം എങ്ങനെയെന്ന് കാണുമെന്ന് പറയണം. അത് കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതോ ഉദയഭാനു ശ്രീദേവിയെ നോക്കി. ശ്രീദേവി അവരുടെ മുഖത്ത് കൈ ചൂണ്ടി ഈ കാര്യങ്ങൾ പറയണേ. പിന്നീട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. വല്ലാത്തൊരവസ്ഥയിൽ അവർ നിൽക്കുക. അവർക്ക് മനസ്സിലായി ശ്രീദേവി ഒരു കാര്യം തീരുമാനിച്ചാണ് ഇനി അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന്. അതേ സമയത്ത് മിത്രയെ ആര്യനും കൂടെ മുറിയിലായിരുന്നു. അപ്പൊ ആര്യന് ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മിത്ര പഠിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു, അതെ ആര്യ, നമുക്കിനി ഇത്തിരി സമയം സംസാരിച്ചാലോ എന്ന് ചോദിക്കണം. സംസാരിക്കാനോ? വല്ലയിരുന്ന് പഠിക്കാൻ നോക്ക്. അത് കേട്ടപ്പോ മിത്ര പറഞ്ഞു, ഒരു 10 മിനിറ്റ് വരെ സംസാരിക്കാം. അതെ, സംസാരിച്ചിരിക്കാനൊന്നും സമയമില്ല. നേരത്തെ കിടന്നില്ലെങ്കിലേ ഇനിയിപ്പൊ ചിലപ്പോഴേ രാവിലെ എഴുന്നേക്കാൻ വൈകും. അപ്പൊ പ്രാക്ടീസ് മുടങ്ങുമെന്ന് പറയാം. മിത്ര പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ആര്യാന്ന് പറഞ്ഞു. എന്നാ ശരി എന്ന് പറഞ്ഞുകൊണ്ട് മിത്രയുടെ അടുത്തേക്ക് ആര്യം വന്ന് ബെഡിലിരുന്നു. ആ സമയത്ത് മിത്ര പറഞ്ഞു, എനിക്കൊരു കാര്യം ആരിനോട് പറയാനുണ്ട്. എന്ത്? അല്ല, ആ കാര്യം ഞാനേ ചോദിക്കാം ആരിനോട്. പക്ഷെ ആരിന് എന്നെ കളിയാക്കരുതെന്ന് പറയണം. ഞാൻ കളിയാക്കൊന്നുമില്ല, കാര്യം എന്താ വെച്ചാൽ പറ. അപ്പോഴേക്കും മിത്ര ചോദിച്ചു, അല്ല, ഒരു അമ്മയാൻ പോകുന്ന സമയത്തെ ഒരു സ്ത്രീയുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കും ആര്യ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ആര്യൻ അടിമുടി മിത്രയെ നോക്കി. ഓഹോ, അപ്പൊ അതാണ് കാര്യം എന്നും പറഞ്ഞ് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. എന്താ ആര്യ, ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത്? ഇപ്പൊ എനിക്ക് മനസ്സിലായി കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാന്ന്. കൊള്ളാലോ, മനസ്സിലിരിപ്പ് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു. മിത്ര ചോദിച്ചു, എന്ത് മനസ്സിലിരിപ്പ്? എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് ആര്യന് അവിടെ പോയി അങ്ങോട്ട് കിടക്കുവാണ്. അപ്പൊ അയലേക്ക് പോയി കിടന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ, ഇത്ര ഈ ചപല മോഹങ്ങളെയൊക്കെ നമ്മൾ അടക്കി നിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഇപ്പം പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ പറഞ്ഞേ, ചപല മോഹങ്ങള്. ഓഹോ, അപ്പൊ അത് എനിക്കാന്നാണല്ലേ ആരും പറയണേ? പിന്നല്ലാതെ ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ നമ്മൾ അടക്കി നിർത്തണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മിത്ര ആരുടെ അടുത്തേക്ക് വന്നിരുന്നു. അതെ, ഇതുപോലെയുള്ള ഈ ചപല വികാരങ്ങളൊന്നും എനിക്കല്ലുള്ളത്. പിന്നെയോ അത് ആര്യനാ, അതെനിക്ക് മനസ്സിലായ കാര്യമാ. അന്നാ ഹോട്ടൽ റൂമിൽ വെച്ചേ ആര്യൻ എന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചില്ലേന്ന് ചോദിച്ചു. ഞാനോ? ആര്യന്റെ മുഖത്ത് പെട്ടെന്നൊരു പതർച്ച ഉണ്ടായി. പിന്നല്ലാതെ ആര്യൻ എന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു, ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഉമ്മ വെച്ചിട്ടൊന്നുമില്ല. പിന്നെയോ? അതൊക്കെ നിനക്ക് വെറും തോന്നുന്നേ. ചിലപ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് കിടന്നിട്ടുണ്ടെങ്കിലേ ഉമ്മ വെക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ചിലപ്പോൾ നമ്മൾ സ്വപ്നമൊക്കെ കാണും. നമ്മൾ അവരെ കുറിച്ച് മാത്രം ചിന്തിച്ച് കിടക്കുന്നുണ്ടാ, അത് മാത്രം ആലോചിച്ചിരിക്കുന്നുണ്ടാ. അതൊന്നും അത്ര കാര്യമാക്കണമൊന്നുമില്ല. അതൊക്കെ ഇപ്പോഴത്തെ ഈ സമയത്തിന്റെ പ്രായത്തിന്റെ അന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ള മറ്റുള്ളൊരു സംസാരിക്കണം. അത് കേട്ടത് മിത്ര പറഞ്ഞു, ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് ആര്യന് പെട്ടെന്ന് അവിടെ കണ്ണടച്ചങ്ങോട്ട് കിടക്കുവാണ്. ഈ സമയം മിത്രയുടെ മനസ്സിലേക്ക് ആ കാര്യങ്ങൾ ഓർമ്മ വരുവാണ്. അന്ന് തന്നെ ഹോട്ടൽ റൂമിൽ വെച്ച ആര്യന് ഉമ്മ വെച്ചത്. എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി കള്ളനിപ്പൊ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എടാ ആര്യ, നിനക്കിട്ടേ വെച്ചിട്ടുണ്ടാന്ന് പറഞ്ഞു. ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ മിത്ര ആര്യന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് പെട്ടെന്ന് ചാടി ബെഡിലേക്ക് കയറി. ഈ സമയം ആര്യം പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോൾ മിത്ര ബെഡേ ഇരിക്കുന്നു. അപ്പൊ ആര്യൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഇതെനിക്കൊരു ഉമ്മ കിട്ടിയോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരണം. എന്താ ആര്യ, എന്ത് പറ്റി? അത് പിന്നെ എനിക്കിപ്പോ ഒരു ഉമ്മ കിട്ടിയതുപോലെ തോന്നുന്നുണ്ടോ? ഉമ്മയോ?
അതെ, നീ എന്നെ ഉമ്മ വെച്ചോന്ന് ചോദിക്കുക. ഞാനാ? നല്ല കഥയായി. അതെ, ആരിനെ ഓരോന്നൊക്കെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുന്നുണ്ടാ. ആരിന് ചിലപ്പോ മനസ്സിലേ ഞാൻ ഉമ്മ വെക്കുന്നതായിട്ട് തോന്നിക്കാണും. അതുകൊണ്ടാ അങ്ങനെ സ്വപ്നം കണ്ട് കിടന്നുകൊണ്ട് മാത്ര അങ്ങനെ. അതെ, ഇനിയിപ്പൊ അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും കാണാതെ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം. ആരിന് മനസ്സിലായി ഇവള് തനിക്കിട്ട് പണി തന്നാന്നുള്ള കാര്യം. ആരിനിങ്ങനെ മിത്രനെ ഒരു സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. പിന്നീട് ആരിനൊന്നും മിണ്ടാതെ അങ്ങോട്ട് കിടന്നു. ഇതേ സമയത്ത് അന്നത്തെ ബില്ലുകളും കാര്യങ്ങളൊക്കെ ധർമ്മം നോക്കിക്കൊണ്ടിരിക്കുകയാണ് മുറിയില്. ദൈവമേ, 18,000 രൂപ ഒറ്റ ദിവസം പുറത്തിറങ്ങി ഒന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെ പോയിട്ടുണ്ട്. എങ്ങനെയാവും 2-3 ദിവസം കഴിയുമ്പോഴത്തേനും എങ്ങനെയാവും അറിയില്ല. പാലേട്ടനോട് ഇനി എങ്ങനെ പൈസ ചോദിക്കുന്നത്, അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ധർമ്മന് ഭയങ്കര ടെൻഷനായി. അപ്പോഴേക്ക് സുകന്യ എന്ത് ചെയ്തു, കിടക്കാനതിന് മുമ്പുള്ള ക്രീമൊക്കെ മുഖത്ത് പുരട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു ക്രീമിന്. അപ്പോഴേക്കും ധർമ്മൻ ഇങ്ങനെ നോക്കി. ഇവളെ ഇങ്ങനെ വിട്ടിട്ടുണ്ട് ശരിയാവും തോന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, എന്തൊക്കെയോ വാരി കൂട്ടുന്നുണ്ട്, എന്തൊക്കെയോ വാരി പൂശുന്നുണ്ട്. പിന്നീട് സുകന്യ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു, നല്ല മണമുണ്ടെന്ന് പറയാ. ആ, നല്ല മണമുണ്ടല്ലേ ധർമ്മേട്ട, ഞാൻ ആദ്യമായിട്ടാ ഈ ക്രീം യൂസ് ചെയ്യുന്നേ. പക്ഷെ ധർമ്മേട്ടന് ഇഷ്ടമായെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പൊ ഞാനിത് മാറ്റാൻ പോകുന്നില്ല. ധർമ്മേട്ടന് ഇഷ്ടപ്പെട്ട ക്രീമല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ബെഡിലേക്ക് വന്നിരുന്നു. ഈ സമയത്ത് ധർമ്മൻ സുകന്യ എന്ന് നോക്കി. പിന്നീട് സുകന്യയോട് പറഞ്ഞു, അല്ല, നമുക്ക് കുറച്ച് സമയം സംസാരിച്ചിരുന്നാലോ എന്ന് ചോദിക്കുക. അതിനെന്താ, സംസാരിക്കാലോ എന്ന് പറയണം. അങ്ങനെ സുകന്യ പതുക്കെ ആ ബെഡിലേക്ക് കിടക്കുവാണ്. ഈ സമയത്ത് അവിടെ ഇരുന്ന് 2 തലവേണ എടുത്ത് നടുക്കിലേക്ക് അങ്ങോട്ട് വെച്ചു. ധർമ്മൻ ഇങ്ങനെ നോക്കി സുകന്യെ. പിന്നീട് സുകന്യ പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല ധർമ്മേട്ട, ഇന്ന് കുറെ യാത്രയൊക്കെ നമ്മൾ ചെയ്തല്ലേ, കുറെ പർച്ചേസിംഗ് ഒക്കെ നടത്തിയല്ലേ എന്ന് ചോദിക്കണം. അതെ, അതുകൊണ്ടാന്ന് തോന്നുന്നത്, നല്ല അലച്ചില് ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും ധർമ്മം പറഞ്ഞു, അത് പിന്നെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല, നമുക്ക് ഇച്ചിരി സംസാരിക്കാം. ആയിക്കോട്ടെ, സംസാരിക്കാം, ധർമ്മേട്ടൻ പറഞ്ഞോളാൻ പറഞ്ഞു. ഈ സമയത്ത് ധർമ്മൻ ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങി. ധർമ്മം പറഞ്ഞു, സുകന്യ എന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല. അപ്രതീക്ഷിതമായിട്ടല്ല എന്റെ ജീവിതത്തിലേക്ക് വന്നേ. ഒരു പക്ഷെ കല്യാണം പോലും നടക്കില്ല എന്ന് കരുതി ഞാൻ നിന്ന സമയത്താണ് സുകന്യ എന്റെ ജീവിതത്തിലേക്ക് വന്നേ. സുകന്യക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് പോലും ഞാൻ ചോദിച്ചില്ല. അതുപോലെ തന്നെ സുകന്യയുടെ സ്വഭാവം എന്താണെന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. സാധാരണ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണ് കണ്ട് പെണ്ണുമായിട്ട് സംസാരിച്ചെന്ന് സെറ്റാവും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അല്ല, ഞാനൊരു സത്യം ചോദിച്ചോട്ടെ, സുകന്യക്ക് എന്നെ ഇഷ്ടമാണോ? സുകന്യ എന്നെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നേ. ഇനിയാണെങ്കിലും എനിക്ക് മറുപടി തന്നാൽ മതി, എനിക്കത് അറിയണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഒരു മറുപടിയും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മ സുകന്യയെ നോക്കി. അപ്പോഴാണ് മനസ്സിലാവുന്നത് സുകന്യ കണ്ണടച്ച് കിടന്ന് ഉറങ്ങുക. ഇവളിനി ഉറക്കം അഭിനയിക്കുന്നതാണോ? പിന്നീട് ധർമ്മന് മനസ്സിലായി, അല്ല, ഇത് ഉറക്കം അഭിനയിക്കുന്നൊന്നും അല്ല, ശരിക്കും കിടന്നുറങ്ങുക. ദൈവമേ, ഇത്രയും പൈസയൊക്കെ മുടക്കി ഹണിമൂണെന്നും പറഞ്ഞ് താൻ വന്നു, ഇനിയിപ്പോ എന്താകുമോ എന്തോ. ഇതിന് വേണ്ടിയിട്ടാണ് അവിടുന്ന് ഇവിടം വരെ വന്നത്. ഇവളിങ്ങനെ പോത്തുപോലെ കിടന്ന് ഉറങ്ങുവാണല്ലോ. അപ്പോഴേക്കാണ് ആരിന്റെ മെസ്സേജ് വരുന്നത് ഫോണിലത്തേക്ക്. മെസ്സേജ് ആണല്ലോ എന്ന് ഓർത്തോണ്ട് മെസ്സേജ് എടുത്ത് നോക്കി. എങ്ങനെയുണ്ട് മാമ, ഹണിമൂൺ ട്രിപ്പൊക്കെ അടിപൊളിയാണോ? ഓ, ഇവന് മറുപടി അർഹിക്കുന്നില്ല, ഇവന് മറുപടി കൊടുക്കണ്ട. അവൻ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നു. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. സുകന്യ കിടക്കാൻ വന്നു കഴിഞ്ഞപ്പോ ലൈറ്റ് ഓഫ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ചോദിച്ചാ. ധർമ്മേട്ടന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ താൻ കരുതിയത്, ഓ എന്റെ ദൈവമേ, ഒന്ന് കെട്ടിപ്പിടിക്കാലോ എന്നൊക്കെ ഓർത്തിരുന്ന അതും നടന്നില്ല എന്നൊക്കെയുള്ള ധർമ്മന് ഭയങ്കര ടെൻഷനായി. തനിക്ക് സുകന്യക്കിടയിൽ ഒരു മതിലുണ്ട്, അതില്ലായ്മ ചെയ്യണം. ആ മതിൽ ആദ്യം പൊളിച്ചു മാറ്റണം, എങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കൂ. തന്നെ സുകന്യക്ക് കിട്ടത്തുള്ളൂ. സുകന്യെ തന്നിലേക്ക് അടുപ്പിക്കണമെങ്കിൽ ആ മതിൽ ആദ്യം മാറ്റണം എന്നൊക്കെ ചിന്തിച്ചാണ് ധർമ്മം കിടന്നുറങ്ങുന്നത്. പിന്നീട് പിറ്റേ ദിവസമായി. ഗോമതി എന്ന് ആനന്ദിന്റെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് വരുവാണ്. ഇങ്ങോട്ടേക്ക് വാടാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ നേരെ ബാലന്റെ മുന്നിൽ കൊണ്ട് നിർത്തി. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, നിനക്കെന്താടാ ശ്രീദേവി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നില്ലേന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അച്ഛാ, നീ എന്താടാ അവളെ കൂട്ടിക്കൊണ്ട് വരാത്തേന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ അമ്മ പറഞ്ഞു നല്ലൊരു മുഹൂർത്തമൊക്കെ നോക്കി വേണം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനെന്ന്, നല്ല സമയം നോക്കിയിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു, എടാ നീ എന്താ പറഞ്ഞത്? അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞ. എന്ത്? ബാലൻ പറഞ്ഞു, അല്ല നീ പറഞ്ഞു അവളവിടെ കുറച്ചു ദിവസം അവിടെ നിൽക്കട്ടേന്ന്. അത് പിന്നെ അവൾക്ക് ആഗ്രഹമില്ലേ അച്ഛാ, അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കണമെന്ന്. അത് പിന്നെ അതുകൊണ്ടാ ഞാൻ. നിന്നോട് അവൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെ നീ അങ്ങോട്ട് ഊഹിച്ചെടുത്തല്ലേ? അതെ, അത് ഞാൻ അങ്ങനെ. എടാ, അവളുടെ വയറ്റൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. ഈ സമയത്ത് അവൾ താമസിക്കുന്ന ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അവളുടെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ നന്നായിട്ട് സ്വാധീനിക്കുന്ന കാര്യങ്ങളാ. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോമതിച്ചു, അതെന്താ ബാലട്ട അങ്ങനെ പറയുന്നത്? അവളുടെ വീട്ടിലല്ലേ നിൽക്കുന്നേ, അപ്പൊ അവൾക്ക് എന്താ അവിടെ പ്രശ്നം ഇരിക്കണേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, അങ്ങനെയല്ല, അവൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിലോ, ഓ ഇനിയിപ്പം മുത്തശ്ശന്റെ സ്വഭാവങ്ങൾ കിട്ടിക്കോട്ടെ എന്നോർത്തായിരിക്കുമല്ലേ? അത് ശരിയാ, ചിലപ്പോ മുത്തശ്ശന്റെ സ്വഭാവങ്ങളൊക്കെ അവൾക്ക് കുറച്ച് കിട്ടാൻ വഴിയുണ്ട്. ബാലേട്ടന്റെ സ്വഭാവം കിട്ടാനായിരിക്കും.
ബാലേട്ടൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറയണേ. ആ സമയത്ത് ബാലന്റെ മനസ്സിലുണ്ടായിരുന്നെ അവളുടെ അച്ഛനെ പോലെ ഒരു ചതിയൻ ഈ ലോകത്തില്ല. അയാളുടെ അടുത്ത് അവൾ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ല. തന്റെ കുഞ്ഞും അവളുടെ അച്ഛന്റെ സ്വഭാവം പഠിച്ചാലോ എന്നൊരു ചിന്തയായിരുന്നു ബാലന്റെ മനസ്സിലുണ്ടായിരുന്നെ. പിന്നീട് ബാലൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവളെ പോയി കൂട്ടിക്കൊണ്ട് വരണമെന്ന് ആനന്ദിനോട് പറഞ്ഞു. ആനന്ദ് പറഞ്ഞു അതിന് നല്ല മുഹൂർത്തം. എടാ ഞങ്ങൾ മുഹൂർത്തം നോക്കി, ഇന്ന് ആ പറ്റിയ മുഹൂർത്തം, അതുകൊണ്ട് ഇന്ന് തന്നെ പോയി കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. ആനന്ദ് പെട്ടു. എന്ത് ചെയ്യാൻ പറ്റും? ആനന്ദിന്റെ ആ പട വെപ്രാളമായി. പിന്നീട് ആനന്ദ് നിൽക്കുന്നുണ്ടപ്പോൾ ബാലൻ ചോദിച്ചു എന്താടാ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അങ്ങനെയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ പോയി കൂട്ടിക്കൊണ്ടുവരാം. പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു വേണ്ട വേണ്ട, അത് വേണ്ട, ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വന്നാളാം. അല്ല എല്ലാരും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവൾ ഈ വീട്ടിലേക്ക് വരണ സമയത്ത് ആരതി എടുക്കാനും പറ്റി ഇവിടെ ആരെങ്കിലും വേണ്ടേ, അമ്മ വേണ്ടേ, അതുകൊണ്ട് അമ്മ വരണ്ട, ഞാൻ പോയിക്കോളാന്ന് പറയാം. എന്നാ ശരി ഇപ്പൊ തന്നെ പോയിക്കോളാം ബാലൻ പറഞ്ഞു. അങ്ങനെ ആനന്ദ് അങ്ങോട്ടേക്ക് പോവാണ്. പോകുന്ന സമയത്ത് ആനന്ദിന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും. താൻ അവളെ ഹോട്ടലിൽ വെച്ച് കണ്ടത്, അവളുടെ ചതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നോട് തുറന്നു പറഞ്ഞത്, അതൊക്കെ ഓർത്ത് ഇനിയിപ്പോൾ ആനന്ദിന് ഭയങ്കര വിഷമായി. അങ്ങനെ ഒടുവിൽ ഗേറ്റിന് മുന്നിലേക്ക് ബൈക്ക് കൊണ്ട് നിർത്തി. പിന്നീട് ആനന്ദ് ബൈക്കിൽ നിന്ന് ഇറങ്ങുവാണ്. താൻ അവസാനമായിട്ട് ഇവിടെ വന്നിട്ട് പോയത് ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ജോയിന്റ് പെറ്റീഷനിൽ ഒപ്പിടണമെന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് വന്നിട്ട് പോയതാ. അതൊക്കെ ഓർത്ത് ഇനിയിപ്പോൾ ആനന്ദിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒടുവിൽ ആനന്ദ് വീട്ടിലേക്ക് കയറി വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.